ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കരുത്. അപ്പം ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലോട്ട് 1 കപ്പ് പൗഡർ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പൗഡർ ഷുഗർ ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇനി ഞാനിതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസും 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഞാനൊരു പിങ്ക് ഫുഡ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു കളറിന് വേണ്ടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. നമുക്കിതൊരു ഡോൾ കേക്കിൻ്റെ പാനിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. ഇതിലെവിടെയെങ്കിലും എയറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു അടിക്കട്ടില്ല ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് നമ്മുടെ കേക്ക് പാന് വെച്ചെടുക്കാം. നമ്മളിതൊരു 30 മിനിറ്റ് സിമ്മിലാക്കിയിട്ട് നമ്മുടെ കേക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 5 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കേക്കിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാരപ്പാനി ആഡ് ചെയ്തിട്ട് നമ്മുടെ ക്രീം വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ലെയറും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുത്തതിന് ശേഷം ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡെക്കറേഷൻ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.